ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. ജസ്റ്റ് ഒരൊറ്റ സിനിമ കൂലിനെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. കുറെ ആളുകൾ അത് എന്താണ് റിയാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നു ഇതിന്റെ ട്രെയിലർ വരാനായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രൊമോയോ അല്ലെങ്കിൽ അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററോ വരും എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് അത് അറിയുന്ന കാര്യമായിരുന്നു. സോ അതുകൊണ്ട് വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അറിയാലോ, പനി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പനി തുടങ്ങിയിട്ട് ഫീവർ. സോ അങ്ങനെ വെയിറ്റ് ചെയ്താണ്. ഇപ്പൊ രണ്ട് പോസ്റ്റർ വന്നില്ല. ആദ്യം ഇന്നലത്തെ വന്നിട്ടുള്ള പോസ്റ്ററാണ് നമ്മളോട് വെക്കുന്നത്. ഇതാണ് ഇന്നലെ വന്നിട്ടുള്ള പോസ്റ്റർ. എ ആണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ്. വയലൻസിന്റെ അങ്ങേ അറ്റം. അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലോകേഷിന്റെ സിനിമയിൽ ഇതിനു മുമ്പ് ഇത്രയും വയലൻസും പടങ്ങളും വന്നിട്ടും എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ലിയോയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണോ? അല്ല, അത് മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊക്കെ എ സർട്ടിഫിക്കറ്റ് അല്ല. ഇവിടെ തന്നെ ഇപ്പൊ ഒരു കാൺ വെയിറ്റ് ലോക്കീസ് ഫസ്റ്റ് എ സർട്ടിഫൈഡ് വയലൻസ് വാട്ട് വി മിസ്ഡ് ഇൻ ലിയോ എന്നാണ് പറഞ്ഞത്. ലിയോയിൽ എല്ലാവരും ഭയങ്കരമായിട്ടൊരു വയലൻസ് പ്രതീക്ഷിക്കുന്നു. ബട്ട് അതിനും അപ്പുറത്തേക്ക് എ സർട്ടിഫൈഡ് ഫിലിമായിട്ടാണ് നമ്മുടെ കൂലി വരുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു പാട്ട് അരംഗമതിരട്ടുമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള പാട്ട്, ആ പാട്ടാണ് നമുക്കറിയാം. അതിൽ കുറെ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യണം. ആ രീതിയിലുള്ള പരിപാടി ആയിരിക്കും നമ്മൾ നമുക്ക് കാണാൻ പോകുന്നത്. അതിനെയാണ് നമ്മുടെ പ്രതീക്ഷയും. കയ്യിലൊരു ഒറ്റ കോടലേക്ക് പിടിച്ചില്ല, അത് ചെറുത്, ഇതൊക്കെ എന്ത് ചെയ്യുന്ന രീതിയിലാണ് തരാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഒന്ന് സൗബിൻ ഷാഹിർ നല്ല കിടലും ക്യാരക്ടർ ആയിരിക്കും, ഉറപ്പാണത്. സൂപ്പർ ക്യാരക്ടർ ആയിരിക്കും. അതിനേക്കാൾ ഉപരി ആമിർ ഖാൻ എന്തൊക്കെയാണ് ഇത് കാണിച്ചു കൂട്ടണമെന്ന് അറിയാനുള്ള വല്ലാത്തൊരു ത്വര ഉള്ളിലുണ്ട്. ഓഫ്കോഴ്സ് നാഗാർജുന. ഈ രണ്ട് കഥാപാത്രങ്ങളും വില്ലന്മാരായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ചോരയിൽ കുളിക്കുന്ന വില്ലന്മാർ എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരാളായിരിക്കും. ഇവരുടെയൊക്കെ ബാപ്പയാണ് വരാൻ പോകുന്നത് പറഞ്ഞില്ലേ, അങ്ങനത്തെ ആളായിരിക്കും കോഹ്ലി രജനി വരുന്നത്. സോ എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ത്രില്ലാവാണ്. പണ്ടൊക്കെ എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പേടിയായിരുന്നു, ബട്ട് ഇപ്പൊ ത്രില്ലാവാണ് ബിക്കോസ് ഓഫ് ലോകി. ഇനി ഇന്ന് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള പോസ്റ്റർ, ഇതാണ് പോസ്റ്റർ. നമ്മുടെ സെന്ററിൽ തന്നെ നമ്മുടെ തലൈവർ ആ കോടാലിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏറ്റവും താഴെ നമ്മുടെ തലൈവർ നടന്നു വരുന്നുണ്ട്. ഒരു ഷാളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, ഒരു തിരശീല. പിന്നെ നാഗാർജുന, ആമിർ ഖാൻ, സൗബിൻ ഷാഹിർ. നമ്മുടെ അയ്യോ, ഇയാളെ പേര് ഉടുപ്പിയോ ഉപ്പുടിയോ, അയ്യോ ഇയാളെ പേര് കിട്ടാതിട്ടോ. സീരിയസ്ലി കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇയാളെ പേര് എന്തായിരുന്നു? ഉടുപ്പി ഹോട്ടലാണ് സദ്യ കഴിച്ച് കഴിച്ചാൽ അതാണ് വായിലേക്ക് വരുന്നത്. ഉപ്പി എന്നാണ്. ഉപേന്ദ്ര അല്ലെ? ഉപേന്ദ്ര. ഫുൾ നെയിം എന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യപ്പെട്ടു. എനിക്ക് അറിയുന്നതാണ്, എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, കാരണം ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം മലയാളത്തിലും. കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് കിട്ടാത്തതുകൊണ്ടാണ്, സോറി. ഇനി അപ്പൊ അത് അങ്ങനെ സംഭവം തന്നിട്ടുണ്ട്. ഞാൻ കൂലിനെതിരുണ്ട്. ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് എന്താണ്? തലൈവർ താഴെ നിൽക്കുന്ന തലൈവർ നെഞ്ചത്ത് കൂടെ സംഭവം എഴുതിയിട്ടുണ്ട്. ട്രെയിലർ ഫ്രം ടുഡേ 7 PM. ഇന്ന് 7 മണിക്ക് ട്രെയിലർ വരുന്നു. ഇതിനപ്പുറത്തേക്ക് വലിയ വാർത്ത എന്താണ്? ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ ഫിലിം. ഞാനിത് പറഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ രാമായണയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഇത് പുറത്ത് വിട്ടതാണ്. 10 സിനിമകളുടെ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ പുറത്ത് വിട്ടതിൽ ഒന്നാമത് കിടക്കുന്നത് ഈ മൂവിയാണ്. രണ്ടാമത് കിടക്കുന്നത് വാർ 2 ആണ്. ഇനി രാമായണം ഓഫ്കോഴ്സ് വലിയ സിനിമയായിട്ട് തന്നെ വരുന്ന സിനിമ തന്നെയാണ്. പക്ഷെ അതിനെ കുറിച്ചൊന്നും കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിന്റെ ചെറിയൊരു ടീസർ വന്നിട്ടുണ്ട്. ബട്ട് അതിൽ പോലും നമുക്ക് ശരിക്ക് രൺവീർ ചെറിയൊരു ഭാഗം തന്നിട്ടുള്ളൂ. യശും ഇങ്ങനെ മൂടിപ്പോച്ച് വരെ ചെറിയൊരു ഭാഗം തന്നിട്ടുള്ളൂ. ശരിക്കും അവരുടെ നല്ലൊരു ടീസർ, നല്ലൊരു ഗ്ലിംസ്, നല്ലൊരു ട്രെയിലർ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ വരുമ്പോൾ ഓഫ്കോഴ്സ് ഏറ്റവും ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം ഒക്കെ അതായി മാറും. ബട്ട് സ്റ്റിൽ ഈ വരുന്ന കഴിഞ്ഞ ജൂലൈ മുതൽ, ജൂലൈ കഴിഞ്ഞ 1-ാം തീയതി അല്ലെന്ന്, അതെ, ജൂലൈ മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഡിസംബർ വരെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം എന്ന് പറയുന്നത് ഇതാണ്, കൂലി. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനി ട്രെയിലർ ഞാൻ പറഞ്ഞു 7 മണിക്കാണ് വരാൻ പോകുന്നത്. എന്താണ് ഈ ട്രെയിലർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതുവരെ കണ്ട ഗ്ലിംസും ടീസറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രെയിലറിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ചോരക്കളി. തീയിട്ട് പോയിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരു ആളിക്കത്തലാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത് തോന്നുന്നു ഒരു ആളിക്കത്തൽ. ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ സിനിമേന്റെ എല്ലാ കഴമ്പും കൂടിച്ചേർന്ന, എന്നാൽ ത്രെഡ് എന്താണെന്ന് ഏകദേശം നമുക്ക് അറിയാൻ പോലും അത് വല്ലാണ്ട് പുറത്തു വിടാത്ത രീതിയിൽ, സർപ്രൈസും സസ്പെൻസ് എലമെന്റും ഇല്ലാത്ത രീതിയിൽ അവരൊരു സാധനം നമ്മുടെ മുമ്പിലേക്ക് തരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയിരിക്കാൻ തോന്നണം. അങ്ങനത്തെ സാധനമാണല്ലോ തരിക. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം, തീർച്ചയായിട്ടും ലോകേഷ് ഫിലിംസ് എല്ലാ സമയത്തും അത്തരത്തിലുള്ള ട്രെയിലേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും അത് തന്നെ സംഭവിക്കും നമുക്ക് വിചാരിക്കാം. ഒരു പക്ഷെ അതൊക്കെ മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തന്നിട്ടുള്ള അപ്ഡേറ്റ് ഒന്ന്,
ഇത്രയും നടന്മാരുടെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, അതിനും അപ്പുറത്തേക്ക് ലോകേഷ് തന്നെ പറഞ്ഞിട്ടുള്ള ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള, അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഒഫീഷ്യലി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച ചിത്രം, ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തുള്ള ചിത്രം, ഏറ്റവും കൂടുതൽ അദ്ദേഹം നോക്കിക്കാണുന്ന, അതിന്റെ റിസൾട്ടിന് വേണ്ടി അത്രയും വെയിറ്റ് ചെയ്യുന്ന സിനിമ എന്നുള്ളത് പുള്ളി തന്നെ ഭരദ്വാജിന്റെ ഇന്റർവ്യൂവിൽ അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും പ്രതീക്ഷയോടെയാണ് പുള്ളി തന്നെ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ് എന്റെ സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. സോ നമ്മൾ തന്നെയാണ് വിചാരിക്കുന്നത്. ആൻഡ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഇപ്പൊ ലിയോ വരെ ലാസ്റ്റ് പടം ചെയ്തതുവരെ എനിക്കുണ്ടായിരുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെല്ലാം മാറ്റിവെക്കുന്ന രീതിയിൽ, അതിനെല്ലാം മറുപടി പറയുന്ന രീതിയിൽ കൂടി ആയിരിക്കും കൂലി എന്നുള്ളത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. സോ ആ കോൺഫിഡൻസിൽ നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ 1 by 1 ഒന്നിനൊന്നും മുകളിൽ മെച്ചമുള്ള സിനിമകളായിരുന്നു, വർത്ത് വാച്ച് ആയിരുന്നു. സോ രജനീകാന്തിന്റെ സ്വാഗ്, രജനീകാന്തിന്റെ സ്റ്റൈലും കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തിയേറ്റർ പിന്നെ ബ്ലാസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാൻ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ട്രെയിലർ ഇന്ന് 7 മണിക്ക്. See you then.